ഹായ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്കും സുഖം തന്നെ കേട്ടോ. മഴയൊക്കെ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എളുപ്പത്തിലും പെട്ടെന്നും നമുക്ക് അരിയൊന്നും അരയ്ക്കാതെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു എളുപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ടുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി. ഇതുണ്ടാക്കാനുള്ള എളുപ്പപണിയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ കൂട്ടുകാരെ. അതിനായിട്ട് നമ്മൾ 1 കപ്പ് ഉഴുന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് 2 മണിക്കൂർ കുതിരാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുതിർന്നതിന് ശേഷം നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 കപ്പ് അതേ സെയിം കപ്പിൽ 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതേ സെയിം കപ്പാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇഡ്ഡലി ബാറ്ററിൻ്റെ അളവിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പം പൊങ്ങി നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാവൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഡ്ഡലി ഇപ്പോൾ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തണുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഇളക്കി മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല സ്പഞ്ച് പോലത്തെ ഇഡ്ഡലിയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോയിട്ട് വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.